ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മറൈൻ ഡ്രൈവിൽ ഒരു എക്സ്പോ ആണ് ഫീച്ചർ ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറൈൻ ഡ്രൈവിൽ എക്സ്പോയും അത് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ലൈറ്റ് ട്രെയിന്, ചെറിയ മഴയൊക്കെ ഉണ്ട്. മഴയിലൂടെ നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവ് എത്താറായി. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവ് എത്തി. മറൈൻ ഡ്രൈവിൽ വണ്ടി പാർക്ക് ചെയ്ത് നേരെ എക്സ്പോയുടെ സ്ഥലത്തേക്ക്. നമുക്കിവിടെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാം. പാർക്കിംഗ് സ്ലോട്ടും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് പാർക്കും കൂടെ ഇവിടെ തന്നെ പാർക്ക് ചെയ്ത് നേരെ നമുക്ക് വരാം. 100 രൂപയാണ് പെർ ഹെഡ് ഒരാൾക്ക് ഇതിനകത്ത് കയറാൻ വേണ്ടിയുള്ള ഫീ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. 2 ടിക്കറ്റാണ്, സോ 200. അങ്ങനെ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ കാണുന്നത് നിങ്ങൾ ഈ കാണുന്ന ഈ കാഴ്ചയാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഈ ഇതൊക്കെ കണ്ട് അവർക്ക് കുറച്ചുകൂടെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഈ ഹ്യൂമണോയിഡ് റോബോട്ടുകളുടെ മുമ്പിലേക്കാണ്. ഹ്യൂമണോയിഡ് റോബോട്ട്സ് ആണ്. അപ്പോൾ ഇതൊരു ഡോഗിൻ്റെയും ഇതൊരു മനുഷ്യൻ്റെ ഒരു ഇതിലുള്ള റോബോട്ടുകളാണ്. ഇത് ഏത് ഏജ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രാക്ഷനാണ് ഇവരുടെ ഒരു മൂമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ. അവിടെ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് ഈ ഡോം തിയേറ്ററിലേക്കാണ്. ഡോം തിയേറ്ററിലേക്ക് കയറാൻ വേണ്ടി കുറച്ച് ആൾക്കാരാകാൻ വേണ്ടി ചിലപ്പം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു ഷോ 10 മിനിറ്റാണ്. 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ബാച്ച് ആൾക്കാർക്ക് അതിലേക്ക് കയറാം. അങ്ങനെ നമ്മളിനി ഡോം തിയേറ്ററിലേക്ക് കയറുന്നു. ഇനി ഒരു 10 മിനിറ്റ് നമ്മൾ ഈ ഒരു തിയേറ്ററിലായിരിക്കും. 360 ഡിഗ്രി അതുപോലെ തന്നെ ഒരു 3D വ്യൂ ആണ് നമ്മൾ ഈ ഒരു ഡോം തിയേറ്ററിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
അതിപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഹെഡ് റീലിംഗ് പോലെയൊക്കെ ചെറിയ ഫീലിംഗ് ഒക്കെ ചിലപ്പം തോന്നാം. അല്ലെങ്കിൽ നമുക്ക് അതിലൂടെ നമ്മൾ ഒഴുകി പോകുന്ന പോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു ലോകത്തേക്ക് ഒരു 10 മിനിറ്റ് യാത്ര ചെയ്യാം. അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഈ ഡോം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിനി അടുത്തതായിട്ട് ബാക്കി കടകളിലേക്കും ഫുഡ് കോർട്ട് ആ റൂട്ടിലേക്ക് ഇനിയും പോകാം. അങ്ങനെ നമ്മൾ അവസാനം എത്തുന്ന ഈ കടകളുടെ സെക്ഷനിലേക്കാണ്. ഉത്സവമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലെ പല ടൈപ്പ് ചെറിയ ചെറിയ കടകളും ഒക്കെയായി ലേഡീസിന് കിട്ടുന്ന, പിള്ളേർക്ക് കിട്ടുന്ന പല പല ഐറ്റംസൊക്കെ ആയിട്ട് ഒരു മിക്സാണ്. ആയുർവേദ, ഹെർബൽ, പിക്കിൾ, അങ്ങനെ എല്ലാ പരിപാടികളും എല്ലാ കടകളും ഇവിടെയുണ്ട്. അങ്ങനെ നമ്മൾ അവസാനം ഫുഡ് കോർട്ടിലേക്ക് എത്തി. ഇനി ഒരു ഫാമിലി ഗെയിംസും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ ഫുഡ് കോർട്ടിൽ നമുക്ക് ബജിയുണ്ട്, നൂഡിൽസ് ഉണ്ട്, ഈ ഐറ്റംസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പാവ് ബജി, ഫ്രൈഡ് റൈസ് ഇതൊക്കെയുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ഗെയിം സെക്ഷനിലേക്ക് എത്തി. ഇവിടെ നമുക്ക് നോർമലി എറിഞ്ഞ് വീഴ്ത്താനുള്ള അങ്ങനത്തെ ഗെയിംസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഷൂട്ടിംഗ് ഗെയിമുണ്ട്. ഏതായാലും നമുക്ക് വെറുതെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഷൂട്ടിംഗ് ഗെയിം ഞാൻ നോക്കാമെന്ന് വെച്ചു. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഗോസ്. സോ എനിവേ ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. വെറുതെ ഒക്കെ ഇരിക്കുമ്പം നിയർ ബൈ ഒക്കെ ആൾക്കാർക്ക് വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. ദിസ് ഇസ് മൈ പോയിന്റ് ഓഫ് വ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.